കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾസ് ചേർത്ത നൂഡിൽസ് ബോൾസ്. സാധാരണ നൂഡിൽസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നൂഡിൽസ് ബോൾസ്. നമ്മൾ മിക്കവാറും നൂഡിൽസ് ഒരേ രീതിയിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് ബോൾസ് ആക്കി കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്യണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണിത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എന്തൊക്കെ ചേർത്ത് എങ്ങനെയാണ് ഈ നൂഡിൽസ് ബോൾസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 3 നൂഡിൽസാണ്. ഇത് ഏത് നൂഡിൽസും നമുക്കെടുക്കാം. ഇതിൽ 2 എണ്ണം വേവിക്കാനുള്ളത്, 1 എണ്ണം പൊടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് 2 എണ്ണത്തിന് ടേസ്റ്റ് മേക്കറും എടുത്തിട്ടുണ്ട്. 4 ഉരുളക്കിഴങ്ങ്. ഇത് ചെറുതായതുകൊണ്ടാണ് 4 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. കാബേജിൻ്റെ ഒരു ചെറിയ ഭാഗം, ഒരു സവാള, ഇത് കാരറ്റ് 2 എണ്ണം ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതെല്ലാം നമുക്ക് പൊടിയായിട്ട് അരിയണം. ഒരു പച്ചമുളക്, 4 ബീൻസ്, ഇതെല്ലാം ചെറുതായിട്ട് അരിയാനുള്ളതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മൈദാമാവ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വറക്കാനുള്ള വെളിച്ചെണ്ണ, വെള്ളം. നമുക്ക് ആദ്യമേ ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പം നൂഡിൽസ് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്ന അതിലേക്ക് നമുക്ക് നൂഡിൽസ് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു 3/4 വേവിൽ എടുത്താൽ മതി. ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കണ്ട, നമ്മളെല്ലാം കൂടെ കുഴയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് ടേസ്റ്റ് മേക്കറും അന്നേരം ഇട്ടാൽ മതി. ഇത് 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞതൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കണം. പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ കാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബീൻസും കാബേജ്, ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മല്ലിയിലയുടെ കാര്യം അന്നേരം പറയാൻ വിട്ടുപോയി. കുറച്ച് മല്ലിയില വേണം. ഇനി ഈ കാബേജ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കാബേജ് ചെറുതായി അരിഞ്ഞത് നമുക്കൊരു മാറ്റി വെക്കാം. ഇനി ബീൻസ് ഒന്ന് അരിഞ്ഞെടുക്കാം. ബീൻസും ചെറുതായി അരിഞ്ഞു കഴിഞ്ഞ് അത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് പച്ചമുളക് ഒന്ന് അരിയാം. പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് അത് നമുക്ക് മാറ്റി വെക്കാം. മല്ലിയിലയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാനൊരു 2-3 തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. മല്ലിയില അരിഞ്ഞു കഴിഞ്ഞ് അത് മാറ്റി വെക്കാം. നമുക്ക് ഈ സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. സവാളയും ചെറുതായി അരിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് നൂഡിൽസ്, നമ്മളൊരു നൂഡിൽസ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് പൊടിച്ച് വെക്കാം. ഇതിനൊന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുക്കാം. ഇപ്പം നൂഡിൽസ് പൊടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് തരിതരിയായിട്ടിരുന്നാൽ മതി. നല്ല ഫൈൻ പൊടിയാക്കണ്ട. ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ തരിതരിപ്പ് കാണണം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഒന്ന് കലക്കി വെക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കണം.
ഈ ലൂസിലാണ് ഇത് കലക്കി വെക്കേണ്ടത്. ഒത്തിരി ലൂസായും പോകരുത്, ഒത്തിരി കട്ടിയും വേണ്ട. ഇതുപോലെ ഒഴുകിയിരിക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങ്, കാരറ്റ്, കാബേജ്, ബീൻസ്, സവാള, മല്ലിയില, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യമുള്ള ഉപ്പ്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് വേവിച്ചൂറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർക്കാം. നമുക്കതിലേക്ക് ടേസ്റ്റ് മേക്കർ ഇട്ട് കൊടുക്കാം. ഇനി ടേസ്റ്റ് മേക്കർ ഇല്ലാത്ത പ്ലെയിൻ നൂഡിൽസ് എടുക്കുന്നെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി വെക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് അല്പം കൂടെ ഇട്ട് കൊടുക്കണം. എനിക്കിപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസായിട്ട് ഉരുട്ടാം. അതിന് മുമ്പ് കയ്യിൽ അല്പം എണ്ണ തൂത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാം. ഇതുപോലെ ചെറിയ ഓരോ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടി വെക്കാം. ഉരുട്ടിയിട്ട് മൈദാമാവ് കലക്കിയതിലേക്ക് മുക്കിയിട്ട് നൂഡിൽസ് പൊടിച്ച് വെച്ചേക്കുന്നതിലേക്ക് മുക്കിയെടുക്കണം. ഒരു കൈ കൊണ്ട് തന്നെയാണെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം കൂടുതൽ വരും. അതുകൊണ്ട് നമുക്ക് മറ്റേ കൈ കൊണ്ട് ഇതിങ്ങനെ ഉരുട്ടി വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടി വെക്കാം. എല്ലാ ബോൾസും നമ്മൾ ഉരുട്ടി മൈദാമാവ് കലക്കിയതിൽ മുക്കി നൂഡിൽസ് പൊടിച്ചതിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എണ്ണയിൽ വറുത്ത് കോരാം. എണ്ണ നല്ലവണ്ണം ചൂടായി. ഇനി ഒന്ന് തീ കുറച്ച് വെക്കണം. നമുക്ക് ഓരോ ബോൾസായിട്ടിട്ട് വറുത്ത് കോരാം. ഇട്ട് കുറച്ച് നേരത്തേക്ക് അത് തൊടരുത്, അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏറ്റവും വലിയ ബർണറിലാണ് വെച്ചിരിക്കുന്നത്. അതിൽ മീഡിയം ഫ്ലെയിമിൽ താഴെയാണ് തീ വെച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ബർണറിനനുസരിച്ച് തീക്കനുസരിച്ചും വെച്ച് കൊടുക്കണം. തീ കുറച്ചിട്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് വരുള്ളൂ. നമ്മുടെ ബോൾസ് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോൾ തീ കൂട്ടിയിട്ട് വേണം കോരിയെടുക്കാനായിട്ട്. വെജിറ്റബിൾസ് ചേർത്ത നൂഡിൽസ് ബോൾ റെഡിയായി. ബാക്കി നമുക്ക് ഇതുപോലെ വറുത്ത് കോരാം. വെജിറ്റബിൾസ് ചേർത്ത നൂഡിൽസ് ബോൾ റെഡിയായി. ഇത് നമുക്ക് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കമൻസ് അറിയിക്കാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.